ഹലോ എവരിവൺ, ഞാനിന്ന് വളരെ എളുപ്പത്തിൽ കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കുഴിമന്തി റെസിപ്പിയാണ് ഷെയർ ചെയ്യണത്. ഞാൻ സെല്ല റൈസാണ് എടുക്കുന്നത്. ഈ ഒരു ഗ്ലാസ്സാണ് എൻ്റെ അളവ്. അപ്പോൾ ഞാനൊരു 4 ഗ്ലാസ് അരി കഴുകി ഒരു 15 മിനിറ്റ് കുതിർക്കാൻ വെക്കാൻ പോണെയാണ്. ഇപ്പം നല്ലോണം ഒന്ന് കുതിർന്ന് വെള്ളമൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ചീനിച്ചട്ടിയിൽ കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് നമ്മളതൊന്ന് വറുത്തെടുക്കാൻ പോവുകയാണ്. ഞാനിവിടെ 5 ലിറ്ററിൻ്റെ ഒരു കുക്കറാണ് എടുക്കുന്നത്. അത് ചൂടാകുമ്പോഴേക്കും കുറച്ച് വെജിറ്റബിൾ ഓയിൽ ആഡ് ചെയ്തിടും. ഒരു 2-3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കും. ഇനി ഇതിലേക്ക് ഒരു കറുകല ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എൻ്റെ അടുത്ത് വാങ്ങിച്ചത് ഇരിപ്പില്ലാത്തതുകൊണ്ട് ഞാനത് ഫ്രഷ് ആയിട്ടുള്ളൊരു കറുകല ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി ഇതിലേക്ക് ഞാനൊരു പട്ട ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഒരു 3-4 ഏലക്ക, കുറച്ച് ജീരകം, ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഒരു 3 സവാള നല്ലോണം അരിഞ്ഞത്, ചെറുതായിട്ട് അരിഞ്ഞതാണ്, അത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ്. ഞാനിപ്പോൾ ഇവിടെ ഉപ്പ് നീരാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉപ്പാണെങ്കിൽ ഉപ്പിടാം. ഞാനിവിടെ കോമൺ ആയിട്ട് എപ്പോഴും ഉപ്പ് നീരാണ് ഉപയോഗിക്കാറ്. ഇനി ഒരു വലിയ ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ വരെ ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പം ഞാൻ ആദ്യം എടുത്ത ഗ്ലാസ്സിലെ ആ ഗ്ലാസിൻ്റെ അളവ് തന്നെ ഒരു 3 ഗ്ലാസ് വെള്ളം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കൂടുതൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ആ ചിക്കനൊക്കെ ഒന്ന് ഇറക്കി വെക്കുവാണ്. അപ്പം നല്ലോണം ഒന്ന് മുങ്ങി കിടക്കുന്ന വിധത്തിൽ വേണം. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് കറക്റ്റ് 2ാമത്തെ വിസിലാകുമ്പോഴേക്കും നമുക്കൊന്ന് ഓഫ് ചെയ്യാം. ഇപ്പോൾ വിസിലൊക്കെ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്, വെള്ളമൊക്കെ നല്ലോണം ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചിക്കൻ ഒന്ന് കോരി മാറ്റാം.
ഇനി നമ്മളിതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ്. നമ്മളിവിടെ 4 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ 8 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്യണം. ആദ്യമേ നമ്മളൊരു 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം അതൊന്ന് അളന്ന് നോക്കണം. അത് കഴിഞ്ഞിട്ട് വേണം ബാക്കി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി വെള്ളമൊന്നും ഇല്ലാണ്ട് അടിച്ചത് ചേർക്കുകയാണ്. ഞാനപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുക്കുവാണ്. ഇനി ഒരു 3 പച്ചമുളകും ഒരു ഉണക്ക നാരങ്ങ ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. കുറച്ച് ഉപ്പും കൂടി ചേർക്കണം. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചേക്കണ അരി ചേർത്ത് കൊടുക്കുവാണ്. അപ്പം നല്ലോണം ഒന്ന് തിളച്ച് വരണുണ്ട്. ഇപ്പോൾ ഇതൊന്ന് അടച്ച് കറക്റ്റ് 2ാമത്തെ വിസിലാകുമ്പോഴേക്കും ഓഫ് ചെയ്യണം. ആ സമയം കൊണ്ട് ഞാൻ ചിക്കൻ ഒന്ന് വറുത്തെടുക്കാൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് ഒരു വലിയ ടേബിൾ സ്പൂൺ ബട്ടർ, 1 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. കുറച്ച് ഗരം മസാല, കുറച്ച് ഉപ്പും. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ചിക്കനിൽ പുരട്ടി ഒരു 30 മിനിറ്റ് വെക്കണം. അപ്പോൾ ഇതൊരു 30 മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം. അരിയൊക്കെ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഒട്ടും പിടിച്ചിട്ടില്ല, എല്ലാം കറക്റ്റായിട്ട് വേവുന്നുണ്ട്. ഇനി നമുക്കൊന്ന് ചിക്കൻ ഒന്ന് വറുത്തെടുക്കണം. അതിന് പാൻ വെച്ചിട്ട് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുക. അത് ചൂടാകുമ്പോഴേക്കും ചിക്കൻ ഇട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി നമുക്ക് ഈ ചിക്കൻ ഈ റൈസിൻ്റെ മുകളിലേക്കൊന്ന് വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ കുഴിമന്തിക്ക് ഒരു പുകച്ചൊവ എപ്പോഴും ഉണ്ട്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി, കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി ചാർക്കോളും കൂടി ഒന്ന് കരിച്ച് വെക്കണം. അപ്പോൾ ഒരു ചെറിയൊരു പാത്രം വെച്ച് ഇങ്ങനെ ഒരു ചാർക്കോൾ എടുത്ത് അപ്പോൾ അതൊന്ന് ചൂടായിട്ട് ഞാൻ ഈ പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ പാത്രം വെച്ചൊന്ന് അടച്ചു വെക്കണം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞേക്കണ്. ഇപ്പോൾ കറക്റ്റായിട്ട് ആ സ്മെല്ലൊക്കെ എല്ലായിടത്തും എത്തിയിട്ടുണ്ടാവും. നമ്മുടെ കുഴിമന്തി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.